ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പൊതിച്ചോറിൻ്റെതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന കൂട്ടാനും തോരനൊക്കെയുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് മീനിലോട്ടേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല നാടൻ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഇത്തിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലോട്ട് ചേർത്ത് അരവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ മീനിലോട്ടുള്ള മസാല തേച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ഇത് നല്ല രീതിയിൽ അരവൊക്കെ പിടിച്ച് നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ടുള്ള ചീരത്തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു മൺചട്ടി വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന അരി ഉണ്ടല്ലോ, അന്ന് കഴുകിയെടുത്തതിന് ശേഷം ആ അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ വീട്ടിൽ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിതിൽ കൂട്ടാനൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അരി ചെറുതായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക. ഈ അരി നന്നായിട്ട് ഇങ്ങനെ വറുത്ത് റെഡിയായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് 1-2 വറ്റൽമുളകും അതുപോലെ തന്നെ 1-2 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലോട്ടേക്ക് നല്ലതുപോലെ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന ചീര, ചുവന്ന ചീരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, മുഴുവനായിട്ട് ചേർത്ത് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പൊക്കെ നല്ല രീതിയിൽ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് യോജിപ്പിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഉപ്പ് ഒരിക്കലും ആദ്യമേ തന്നെ തോരനിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചിരകിയത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ടൊരു നാടൻ ചമ്മന്തിയാണ്. ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതിലോട്ട് 2 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമുള്ളതാണ്. എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഒരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഒന്നങ്ങ് ഒതുക്കിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കറി തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ ഒരു മൺചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നാടൻ വെളിച്ചെണ്ണ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ആ ഒരു രുചി കിട്ടുക. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് പച്ചക്കായ, 2 ചെറിയ പച്ചക്കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കനത്തിൽ മുറിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം, ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടച്ചു വെച്ച് നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തവി വെച്ചിട്ട് ഒന്ന് കുത്തി അടച്ചു കൊടുക്കാം. കായൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഇതുപോലെ കുത്തി അടച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുത്ത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ. ഇനി നന്നായിട്ട് തിള വരുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ശരിക്കും നമ്മൾ കറികളൊക്കെ ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം തോന്നുവാണെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, 1-2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം എരിവിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി.
അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് ലാസ്റ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഉപ്പും എരിവൊക്കെ ഈ സമയത്ത് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല ചൂടുള്ള പാനിലോട്ട് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒന്ന് പാകമായി വരുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കുരുമുളക് പൊടി വിതറുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ അരവ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. പാനിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണയിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീനിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അരവ് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. മീൻ പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ്, കറിവേപ്പിലയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ പൊതിച്ചോറ് തയ്യാറാക്കിയെടുക്കാൻ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറ് വിളമ്പാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീരത്തോരൻ, പിന്നെ ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ അച്ചാറാണ് ചേർക്കുന്നത്. ഇതിന് പകരം ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള അച്ചാർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ നല്ല രുചിയായിരിക്കും. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കായ്ക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചമ്മന്തി, പിന്നെ നമ്മൾ മീൻ പൊരിച്ചത്, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഓംലെറ്റ് കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് നമുക്കിനി മടക്കി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടാനൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിനി ഒന്ന് പൊതിഞ്ഞെടുക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ വാഴയില 2 സൈഡിൽ നിന്നും അതുപോലെ മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും മടക്കി എടുത്തതിന് ശേഷം പേപ്പർ കൊണ്ട് ഇതുപോലെ പൊതിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് വെക്കുക. അപ്പോൾ ഞാനിങ്ങനത്തെ 2 പൊതിച്ചോറാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരിക്കലും പൊതിച്ചോറ് തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കരുത്. അപ്പോൾ ഒരിക്കലും ആ ഒരു വാഴയിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊന്നും ചോറിലോട്ട് വരില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-2.5 മണിക്കൂറിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ വാഴയിലയുടെയൊക്കെ മണക്ക വന്നിട്ട് അപ്പോഴാണ് അതിന് ആ ഒരു കറക്റ്റായിട്ട് നല്ല രുചിയും. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ച് കഴിക്കുകയാണെങ്കിൽ അതാണ് നല്ല രുചി ഉണ്ടാകുക. അതുപോലെ മീൻ പൊരിച്ചത് വെക്കുമ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മീൻ പൊരിച്ചത് സെപ്പറേറ്റ് ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.